ഹാ ഗൈസ്, സോ ലാസ്റ്റ് സെക്ഷനിൽ നമ്മൾ കമ്പനി ടൈപ്പ് നമ്മളവിടെ ആഡ് ചെയ്തിരുന്നു. എന്നിട്ട് ഒരു API കോൾ വിളിച്ചിട്ട് നമുക്ക് കറസ്പോണ്ടിങ് യൂസേഴ്സിനെ കിട്ടണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആഡ് ചെയ്തിരുന്നു. ഓക്കെ, ആഡ് ചെയ്ത ശേഷം നമ്മൾ ടെർമിനലിൽ പോയി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ഒരു എറർ അടിച്ചിട്ടുണ്ട്. എന്ത് എറർ എന്ന് വെച്ചാൽ യൂസർ ടൈപ്പ് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇനീഷ്യേഷന് മുമ്പ് യൂസർ ടൈപ്പ് ആക്സസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ലൈൻ നമ്പർ ഇവിടെ എഴുതിയിട്ടുണ്ട്. 25 ലൈൻ നമ്പറിലാണ് ഇഷ്യൂ പറ്റിയെന്നുള്ളത്. എന്ന് വെച്ചാൽ ഇവിടെയാണ് ഇഷ്യൂ പറ്റിയെന്നുള്ളത് എഴുതിയിട്ടുണ്ട്. ഓക്കെ, സോ ഇതൊരു ക്ലാസിക് ജാവാസ്ക്രിപ്റ്റ് എററാണെന്ന് പറയാം. ഓക്കെ, സോ നമ്മളെന്താ വെച്ചാൽ നമ്മളൊരു വേരിയബിൾ ആക്സസ് ചെയ്യാൻ നോക്കുകയാണ്. ഇനീഷ്യലൈസ് അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യുന്നതിന് മുമ്പുള്ള വേരിയബിൾ ആക്സസ് ചെയ്യാൻ നോക്കുമ്പോഴാണ് ഇതുപോലത്തെ ഇഷ്യൂസ് വരുന്നത്. സോ നമുക്ക് മനസ്സിൽ തോന്നുന്നത് വെച്ചാൽ എന്തുകൊണ്ട് നമുക്ക് ഈ യൂസർ ടൈപ്പ് ഇപ്പോൾ കമ്പനി ടൈപ്പ് യൂസർ ടൈപ്പ് ഉണ്ടല്ലോ, എന്തുകൊണ്ട് ഈ യൂസർ ടൈപ്പ് എടുത്തിട്ട് കമ്പനി ടൈപ്പിൻ്റെ മുകളിൽ കൊണ്ടുവന്നിട്ടൂടാ എന്നുള്ളത് തോന്നും. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഇനീഷ്യലൈസേഷൻ ചെയ്യുന്നുണ്ടല്ലോ എന്ന് തോന്നും നിങ്ങൾക്ക്. പക്ഷേ അതിലും ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കമ്പനി ടൈപ്പിൽ നിന്ന് യൂസർ ടൈപ്പ് ആക്സസ് ചെയ്യണ പോലെ യൂസർ ടൈപ്പിൽ നിന്ന് കമ്പനി ടൈപ്പ് ആക്സസ് ചെയ്യുന്നുണ്ട് ഇവിടെ, കണ്ടോ? അപ്പോൾ അതൊരു ഇഷ്യൂ ആണ്. അപ്പോൾ ഇതെന്താ പ്രശ്നം വെച്ചാൽ യൂസർ ടൈപ്പും ഈ പറഞ്ഞ പോലെ കമ്പനി റെഫറൻസ് എടുക്കുന്നത് കൊണ്ട് ഇതൊരു സർക്കുലർ റെഫറൻസ് ആണ്. രണ്ട് ടൈപ്പും എൻ്റെ ഇടയിലുള്ള സർക്കുലർ റെഫറൻസ് ആണെന്ന് പറയും നമുക്കത്. ഓക്കെ, സോ യൂസർ കമ്പനിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന പോലെ കമ്പനിയും യൂസറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഇവിടെ. എന്നുവെച്ചാൽ യൂസർ കമ്പനിയെ ഡിപ്പെൻഡ് ചെയ്യുന്നു നമ്മളിവിടെ കണ്ടതുപോലെ. അപ്പോൾ കമ്പനിയും യൂസറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അപ്പുറത്ത് മോളിൽ കൊണ്ടുവന്നിട്ടും കാര്യമില്ല, ഇതേ ഇഷ്യൂ തന്നെ അടിക്കും. ഓക്കെ, ഇപ്പം ഞാൻ നേരത്തെ കാണിച്ചു പറയുകയാണെങ്കിൽ ഇതെടുത്ത് കട്ട് ചെയ്തിട്ട് ഇവിടെ മുകളിൽ കൊണ്ടുവന്നിട്ടാലും ഇപ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ, കമ്പനി ടൈപ്പ് എടുക്കുന്നുണ്ട്, പക്ഷേ കമ്പനി ടൈപ്പ് ഡിഫറെൻറ്റ് ചെയ്യുന്ന താഴത്താണ്. അപ്പോൾ ഇതേ ഇഷ്യൂ അടിക്കും. സോ അത് ഐഡിയൽ വേ അല്ല യൂസ് ചെയ്യണതിൻ്റെ. ഓക്കെ, സോ നമുക്ക് ആക്ച്വലി ഇഷ്യൂ സോൾവ് ചെയ്യണമെങ്കിൽ ഒരു ജാവാസ്ക്രിപ്റ്റിൻ്റെ ഫീച്ചറിന് ഒരു ആരോ ഫംഗ്ഷൻ വെച്ചിട്ട് ഇത് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഇതെന്താ വെച്ചാൽ ഞാൻ കമ്പനി ടൈപ്പ് പ്രോപ്പർട്ടി ഇല്ലേ, ഫീൽഡ്സിൻ്റെ ഇവിടെ ഒരു ആരോ ഫംഗ്ഷൻ ആയിട്ട് കൊടുക്കും. ഓക്കെ, ആരോ ഫംഗ്ഷന് നമ്മൾ ഇങ്ങനെ ആരോ ഫംഗ്ഷൻ ആയിട്ട് മെൻഷൻ ചെയ്തിട്ട് ഇത് എവിടം വരെയെന്ന് വെച്ചാൽ കമ്പനി ഫീൽഡ്സിൻ്റെ ഉള്ളിൽ ഫുള്ള് എൻ്റർ ഫീൽഡ്സിനെ നമ്മളൊരു ആരോ ഫംഗ്ഷനായിട്ട് മെൻഷൻ ചെയ്തു. സോ ഈ ഫീൽഡ് പ്രോപ്പർട്ടി ഇല്ലേ, ഈ ഫീൽഡ് പ്രോപ്പർട്ടി അതിനെ ആരോ ഫംഗ്ഷനായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യും. അപ്പോൾ എന്ന് വെച്ചാൽ ഇതൊരു ഒബ്ജക്റ്റ് ആയിട്ട് റിട്ടേൺ ചെയ്യും. ഈ സംഭവം ഇത് കിട്ടുന്നത് ഒരു ഒബ്ജക്റ്റ് ആയിട്ടാണ് റിട്ടേൺ ചെയ്യുന്നത്. സോ ഇനിയൊരു മെത്തേഡിൽ നമുക്ക് ഈ ഇഷ്യൂസിനെ സോൾവ് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തല്ലോ. സോ ഇത് എക്സിക്യൂട്ട് ചെയ്യില്ല എപ്പോൾ വരെ, അൺടിൽ ഈ എൻ്റർ ഫയൽ എക്സിക്യൂട്ട് ആവണ വരെ. എൻ്റർ ഫയൽ എക്സിക്യൂട്ട് ആവണ വരെ ഇതൊരു ഫയൽ എക്സിക്യൂട്ട് ചെയ്യില്ല, അതിന് ശേഷം എക്സിക്യൂട്ട് ചെയ്യും. സോ എൻ്റർ ഫയൽ എക്സിക്യൂട്ട് ആയ ശേഷം അതെന്ത് ചെയ്യും, കമ്പനി ടൈപ്പ് ഡിഫൈൻ ചെയ്യും ആക്ച്വലി. സോ ഇവിടേക്ക് വന്ന് ഇത് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഇല്ല കമ്പനി ടൈപ്പ് എന്ന് വെച്ചാൽ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഇവിടെ എന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ യൂസർ ടൈപ്പും ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും ആക്ച്വലി. കമ്പനി ടൈപ്പ് വെച്ചിട്ട് നോക്കിയിട്ട് കമ്പനി ടൈപ്പ് ഓൾറെഡി ഉണ്ട് എന്നുള്ളത് എടുത്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും, ഐ മീൻ. ഓക്കെ, സോ ഈ ഒരു മെത്തേഡിൽ നമുക്ക് ഇഷ്യൂസിനെ സോൾവ് ചെയ്യാൻ പറ്റും. ഈ ഇഷ്യൂ ആക്ച്വലി ജാവാസ്ക്രിപ്റ്റ് ഇഷ്യൂ അല്ല, അതൊരു ഈ ഇഷ്യൂ ഗ്രാഫ്കിൻ്റെ ഇഷ്യൂ അല്ല, ജാവാസ്ക്രിപ്റ്റിൻ്റെ ഇഷ്യൂ ആണ്. ഓക്കെ, സോ നിങ്ങൾ ഈ ക്ലോഷറും ഹോസ്റ്റിങ്ങും ഒക്കെ ഓരോ കൺസെപ്റ്റ് ഉണ്ടല്ലോ ജാവാസ്ക്രിപ്റ്റിൽ, ഗോത്രൂ ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടും നിങ്ങൾക്ക്. ഞാനത് ഗോത്രൂ ചെയ്യുന്നില്ല, കാരണം ഇത് ഗ്രാഫ്കിൻ്റെ കോഴ്സ് ആയതുകൊണ്ട് ഞാൻ ആ ക്ലോഷറും ഹോസ്റ്റിങ്ങും ഒന്നും ഞാൻ ഗോത്രൂ ചെയ്യുന്നില്ല. ഓക്കെ, സോ ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യണം, ഈ കമ്പനി ടൈപ്പിന് ആക്സസ് ചെയ്യുന്നുണ്ട് ഒരു ആരോ ഫംഗ്ഷൻ ആക്കി കൊടുത്തിട്ട് ഒരു ആരോ ഫംഗ്ഷനായിട്ട് കൊടുത്തിട്ട് ഈ ഫീൽഡ്സിനെ എടുക്കാം. അപ്പോൾ ഫീൽഡ്സ് പ്രോപ്പർട്ടി ബേസിക്കലി എല്ലാം ലോഡ് അയച്ചിട്ട് ഇത് എക്സിക്യൂട്ട് ചെയ്തിട്ട് ഇതൊരു റിട്ടേൺ ചെയ്യും, ഈ ഒരു ഒബ്ജക്റ്റായിട്ട് റിട്ടേൺ ചെയ്യും ആക്ച്വലി. ഓക്കെ, സോ ഇതാണ് ഉള്ളത്. സോ നമ്മളിത് സേവ് ചെയ്യാം. ഇങ്ങനെ സേവ് ചെയ്ത ശേഷം നമുക്ക് ടെർമിനലിൽ പോയി നോക്കാം എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്നുള്ളത് നോക്കാം. ഓക്കെ, സോ നമ്മൾ ടെർമിനൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലായി ഒരു ഇഷ്യൂ ഇല്ല, ഇപ്പോൾ കറക്റ്റായിട്ട് ലോഡ് ആയിട്ടുണ്ട്. 4000 വന്നിട്ട് നമുക്ക് ലോഡ് ചെയ്തിട്ടുണ്ട് മനസ്സിലാവും. ഇനി നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ ബ്രൗസറിൽ പോയിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം നമുക്കെല്ലാം കിട്ടുന്നുണ്ടോ എന്നുള്ളത്. സോ ഞാൻ ബ്രൗസറിൽ പോയ ശേഷം ഞാൻ റൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടി, ആക്സസ് കിട്ടി. യൂസേഴ്സ് ഫസ്റ്റ് നെയിം എന്ന് പറഞ്ഞ് നമുക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ നമുക്കൊരു യൂസർ ഉള്ളൂ ഇതിൽ, അതുകൊണ്ടാണ് ഞാൻ കമ്പനി ID 1 എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ
ഇതിൽ 2 യൂസേഴ്സ് ഉണ്ട്, സച്ചിനും വിരാട്ടും വന്നിട്ടുണ്ട്. സോ ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഡാറ്റ ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും. കമ്പനി ഐ ഡി 1 സച്ചിനുണ്ട്, കമ്പനി ഐ ഡി ഇതിൽ വിരാട്ടും കിടക്കുന്നുണ്ട് 2. അപ്പോൾ ഈ കറസ്പോണ്ടിങ് കമ്പനി ഐ ഡി വെച്ചിട്ട് നമുക്ക് ഇത്ര ഡാറ്റ കിട്ടുന്നുണ്ട്. ഓക്കെ. സോ ഇനി നമ്മൾ ഈ ഒരു എന്താ പറയുക, നമുക്കൊരു ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് കിട്ടിയിട്ടുണ്ട്, യൂസേഴ്സും കമ്പനീസും ഉള്ള ഒരു റിലേഷൻഷിപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളെന്ന് വെച്ചാൽ നമുക്ക് വീടിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കമ്പനിയും കൂടി ആഡ് ചെയ്യാം. വേണമെങ്കിൽ കമ്പനി എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് നെയിം എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് നെയിം മസ്റ്റ് നോട്ട് ഹാവ് സെലക്ഷൻ കമ്പനി എന്ന് പറഞ്ഞിട്ട് ഓക്കെ. ഫസ്റ്റ് നെയിം ഇങ്ങനെയാണ് ആക്ച്വലി, ഫസ്റ്റ് നെയിമിന് ബ്രേസസ് ഇല്ലല്ലോ. സോ ഓക്കെ. സോ നമ്മൾ യൂസറിൻ്റെ ഫസ്റ്റ് നെയിം എടുത്തു, എന്നിട്ട് യൂസർ വർക്ക് ചെയ്യണ കമ്പനിയുടെ നെയിം എടുത്തു. ഇതൊരു നെക്സ്റ്റഡ് ആയിട്ട് ഡാറ്റ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇനി വേണമെങ്കിൽ ഈ കമ്പനിയുടെ ഉള്ളിൽ വേണമെങ്കിൽ ഇനിയും നമുക്ക് യൂസർ എഴുതിയെടുക്കാൻ പറ്റും. ഇതിൽ യൂസേഴ്സിന് എഴുതിയിട്ട് ഇതൊരു നെക്സ്റ്റഡ് ആക്കി മാറ്റാം ബേസിക്കലി. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. യൂസേഴ്സ് ഫസ്റ്റ് നെയിം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നെക്സ്റ്റഡ് URL കമ്പനിയുള്ള യൂസേഴ്സ് ആ ലിസ്റ്റ് കിട്ടി, അതിൻ്റെ ഉള്ളിൽ നിന്ന് നെയിം എടുത്തു, നെയിമിൻ്റെ ഉള്ളിൽ പിന്നെയും കമ്പനി എടുത്തിട്ട് നമ്മൾ ഇതൊരു നെക്സ്റ്റഡ് ഡാറ്റ ആക്കി മാറ്റുക എന്നുള്ളത്. സോ ഇത് ഇങ്ങനത്തെ ഒരു മെത്തേഡ് വെച്ചാൽ നമുക്ക് GraphQL കുറച്ച് കളിക്കാൻ പറ്റും. ബേസിക്കലി നമുക്ക് നെക്സ്റ്റഡ് ഡാറ്റ വേണം എന്നുണ്ടെങ്കിലൊക്കെ എടുക്കാൻ പറ്റും. ഞാൻ അത് ഗോ ത്രൂ ചെയ്യുന്നത് വെച്ചാൽ നമുക്കിപ്പോൾ ബൈ ഡയറക്ഷണലായി നമ്മുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കമ്പനിയിൽ നിന്ന് യൂസേഴ്സും കിട്ടും, യൂസേഴ്സിൽ നിന്ന് കമ്പനിയും കിട്ടും എന്ന് കാണിക്കാൻ വേണ്ടി, പിന്നെ നെക്സ്റ്റഡ് വെച്ചിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കോംപ്ലിക്കേറ്റഡ് ആക്കി ഈ എക്സാമ്പിൾ. പക്ഷേ സിമ്പിളാക്കി മാറ്റുകയാണെങ്കിൽ നമുക്ക് കമ്പനി യൂസേഴ്സും കിട്ടും, നമുക്ക് യൂസേഴ്സിന് കമ്പനി കിട്ടുന്നു. മുമ്പത്തെ വീഡിയോ നമ്മൾ പറയുകയും ചെയ്തിരുന്നു. സോ ഇത് പക്ക ബൈ ഡയറക്ഷണലായി ഇപ്പോൾ. ഓക്കെ. നിങ്ങളത് ഗോ ത്രൂ ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിൽ മെൻഷൻ ചെയ്യുക, ഞാൻ ഫിക്സ് ചെയ്യാൻ നോക്കാം. സോ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വെച്ച് ബ്രേക്ക് ചെയ്യാണ്. താങ്ക്സ്, ബൈ.